മലയാളി ഹൗസിൽ പോയത് വലിയൊരു അബദ്ധമാണ്. ചേച്ചിക്കറിയാല്ലേ നമ്മുടെ ഭർത്താവ് എവിടം വരെ പോകും എന്താണെന്നുള്ള അറിയാം. അതൊക്കെ സ്ക്രിപ്റ്റഡാ. കോൺട്രോവേഴ്സീസ് ഒക്കെ ചേച്ചി പോവോ ബിഗ് ബോസിൽ? പോവില്ല, ഉറപ്പാ പോവില്ല. അമ്മ പിന്നെ ചാനൽ ചർച്ചകളിൽ പോകുന്നത് അവർ നിർബന്ധിച്ച് വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ്. കറക്റ്റ് എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുത്ത നിലപാട് തെറ്റാണ് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. നെഗറ്റീവ് പറയൂ. കുട്ടികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നവരെ കാരണമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് പലരും. പിണറായി ഓർ VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ. അടുത്ത് CPM കോൺഗ്രസ് ഓർ BJP. അല്ല, അത് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യനാ. പലരും ഉത്തരം മുട്ടിയും പലരും ക്ലിയർ ആയിട്ട് പണം എന്ന് പറഞ്ഞവരുണ്ട് നമ്മുടെ ഈ ഇതിന്റെ അത്. പലരും സൗഹൃദം എന്ന് പറഞ്ഞു. ഹാർഡ് വർക്ക് ചെയ്താൽ പണം ഉണ്ടാക്കാം, പക്ഷേ ഒരു ഡിവൈൻ ഗ്രേസും കൂടെ വേണം നല്ല സൗഹൃദം. അതാ വിഷയത്തിന്റെ വിഷയാധിഷ്ഠിതമാണ്. നീ രണ്ടായാലും ഒരു കാര്യം കൂടെ, പക്ഷെ ഹെൽത്തി ഡൈവേഴ്സിറ്റി ചെയ്താ ദിവയുടെ വീട്ടിൽ ഇതേപോലെ മറ്റൊരു പ്രശ്നം ശബരിമല വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ നമുക്കെതിരെ തന്നെ നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് നമുക്കെതിരെ തന്നെ പ്രവർത്തിച്ച സമയത്തും ഞാൻ ആലോചിച്ചു എന്തിനാണ് വോട്ട് ചെയ്യുന്നത്. നമുക്ക് വോട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഗുണം നമുക്ക് നമുക്കൊരു ആവശ്യം വരുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ഗുണം. അതാണ് പക്ഷേ നമ്മള് മറ്റേ ആവശ്യക്കാരൻ ഔചിത്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു രീതിയിലാണ് അത് ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ ചിന്തിച്ചു പോകരുത്. കാരണം സമ്മതിദാന അവകാശം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതോടൊപ്പം ഒരു കാര്യം പാച്ചു നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് പറയണമെന്ന്. എന്നെ ശബരിമലയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ആദ്യം എന്നെ അറസ്റ്റ് ചെയ്തത് എന്നെ ഒരു ടാർപോളിൻ കെട്ടി മറ്റേ പെട്ടിവണ്ടിയിലാണ് കൊണ്ടുപോയത്. ഇത് മീഡിയക്കാർക്ക് വിഷ്വൽ പോലും കിട്ടാതിരിക്കാനാണ് ചെയ്തത്. ദീപ കൊട്ടാരക്കര ജയിലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ലൈവ് ഇട്ടപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്തു എന്ന് പോലും. പാച്ചു നേരത്തെ പറയണമെന്ന് പറഞ്ഞത് ഇപ്പോഴും അത് ഇടയ്ക്ക് നമ്മൾ കാണുന്ന. അപ്പം അരാഷ്ട്രീയവാദം വേണ്ട. പക്ഷേ ഹെൽത്തി ഡൈവേഴ്സിറ്റി എന്താ അറിയാവോ? ഞാൻ പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കർ വേഴ്സസ് ബ്രെയിൻ ലാറ, അതാണ് ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ. രണ്ടുപേരും കിട്ടുക. പക്ഷെ ഞാൻ പറയുന്നതിന് മടിയൊന്നുമില്ല. ശശി തരൂരിനാണ് ഞാൻ വോട്ട് ചെയ്തത്, അമ്മ വോട്ട് ചെയ്ത് രാജീവ് ചന്ദ്രശേഖരനാണ്. അതൊരു ഹെൽത്തി ഡൈവേഴ്സിറ്റി ആണ്. അത്രേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഓർ PS മഹാനാണ്, പക്ഷെ ഉമ്മൻചാണ്ടി ഒരു സംശയമില്ല. ഉമ്മൻചാണ്ടി അതൊരു ഒന്നര മോശമെന്നല്ല, അതൊരൊന്നും മനസ്സിലായിരുന്നു. പിണറായി ഓർ VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ. അല്ല എനിക്ക് ഞാൻ തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ശ്രീ VD സതീശൻ അവർകളോട് വിയോജിപ്പുണ്ട്. ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് കൈകാര്യം ചെയ്ത രീതിയിലടക്കം. പക്ഷേ കേരളം അദ്ദേഹത്തിന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും. അദ്ദേഹത്തിന്റെ ആഴം ഭയങ്കര നല്ല വായന. ശരി, അത് നമുക്ക് അസൂയോടുകൂടി കാണേണ്ട. ശരി, അതുകൊണ്ട് അദ്ദേഹം ഞാൻ ഈ മറച്ചു വെക്കുന്ന സത്യസന്ധമായി പറയുന്നതാണ്. എനിക്ക് ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് എതിരഭിപ്രായമുണ്ട്. പക്ഷേ കേരളം ശ്രീ VD സതീശന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. അത്രമാത്രം അറിവും ജ്ഞാനവും വായനയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ശ്രീ VD സതീശ് തീർച്ചയായിട്ടും. എനിക്ക് അതിൽ കമന്റ് പറയാനുണ്ട്. അറിയില്ല എനിക്ക് അത്രയും ആഴത്തിൽ ഇതിൽ ആരെന്ന് അല്ല എങ്കിൽ പോലും VD സതീശൻ, രാജീവ് ചന്ദ്രശേഖർ, നമ്മുടെ പിണറായി എന്ന് പറയുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു എന്തായാലും സതീശൻ സാർ തന്നെയാണ്. ഇത്ര ഇഷ്ടം രാജീവ് ചന്ദ്രശേഖരനോട്? ഞാൻ അദ്ദേഹത്തിന് ശശി തരൂർ സാർ അല്ലെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് പുള്ളി ജയിക്കുമായിരുന്നു. ശശി തരൂർ അല്ല, അതും വളരെ 15,000 മാർജിനാണ്. ശശി തരൂർ അല്ലായിരുന്നല്ലോ. എനിക്ക് ശശി തരൂർ സാറിനെ എന്താ പറയാ, രണ്ടുപേരും ടോപ്പ് നോച്ച് നിൽക്കുന്നവരാണ്. രണ്ടുപേരും ഹയസ്റ്റ് ഓഫ് ക്വാളിറ്റിയാണ്. പക്ഷെ എനിക്ക് ശശി തരൂരിനാണ് ഇഷ്ടം, അമ്മയ്ക്ക് രാജീവ് ചന്ദ്രശേഖരനാണ് ഇഷ്ടം. അടുത്ത് CPM കോൺഗ്രസ് ഓർ BJP.
എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആണ് നല്ലത്. കാര്യം കോൺഗ്രസിന്റെ കൊടിയാണ് ഇന്ത്യയുടെ കൊടി ഇൻഎഫക്റ്റ് ആയി മാറിയത്. ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള സാധനം അതിന് വേണമെങ്കിൽ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആണ് നല്ലത്. ഡെഫിനറ്റ്ലി കോൺഗ്രസ്. കോൺഗ്രസ് ബിജെപി അമ്മ ഒന്നാമതൊരു BJP അനുഭാവിയല്ലേ? അമ്മ അവളെ BJP വോട്ട് ചെയ്യണ ഒരു പ്രശ്നമില്ല. അത് ഞങ്ങൾ ഒരുമിച്ചാ പോയി വോട്ട് ചെയ്യണേ, ഞാനും അമ്മ ഒരുമിച്ചാ പോയി വോട്ട് ചെയ്യണേ. പക്ഷേ ഒരുമിച്ച് വോട്ട് ചെയ്യുമ്പോ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോ BJPക്ക് വോട്ട് ചെയ്യും. അടുത്ത് LGBTQ or woman or men? അത് biggest. Men. നീ പറയടാ men. ഞാനും മെന്നടാ. അവർ രണ്ട് Father and son. For genuine women. ജെനുവിൻ വുമൺ. അത് വളരെ ഒരു Correct. ബ്രില്യന്റ് ഉത്തരവാ. അതെ ഞാനും അത് തന്നെ. ജെനുവിൻ ആയിരിക്കണം. ആയിരിക്കും. വിമൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ജെനുവിൻ I ആയിരിക്കണം. only do that because I want father to be a Insta brother. or FB or YouTube? YouTube. No, YouTube. any day of the week, any week of the month, any month of the year, any year of the I don't know anymore. നീ ഇരുന്ന് കാണും അതല്ലേ? യൂട്യൂബ് All the time. Insta. Yeah, makes sense. What about you? അല്ലേ? What about you? What about you? ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? Western. വെസ്റ്റേൺ. നീ വെസ്റ്റേൺ അല്ലേ? ഇങ്ങനെയൊക്കെ പോകും നീ. വെസ്റ്റേൺ കൾച്ചർ എനിക്ക് ഇഷ്ടമല്ലേ? വേണ്ട നീ ഇരുന്ന് പറഞ്ഞാൽ മതി. I love boys. അങ്ങനെയൊന്നുമില്ല. ഇത് ട്രഡീഷണൽ പ്ലസ് വെസ്റ്റേൺ ആണ്. വെസ്റ്റേണിൽ ഒരുപാട് നല്ല എലിമെന്റ്സ് ഉണ്ട്, നമ്മുടെ ട്രഡീഷണൽ നല്ല എലിമെന്റ്സ് ഉണ്ട്. ഒരു ബ്ലെൻഡ് ആണ് ഞാൻ പലപ്പോഴും പറയുന്നത്. അല്ല ഒരെണ്ണം പറഞ്ഞ കൂൾ ഇഷ്ടം. എൻഡ് ഓഫ് ദി ഡേ കൂടെ അങ്ങനെ ട്രഡീഷണൽ ആണ് പറയുന്നത്. ചേച്ചി Inclined to traditional. ട്രഡീഷണൽ. അമ്മ ഓൾറെഡി ആയിരിക്കുമല്ലോ. Oh yeah. പണം ഓർ സൗഹൃദം? പണം ഓർ സൗഹൃദം? സൗഹൃദം. I have no idea. ഒക്കെ ചുമ്മാ പറയാൻ കൊള്ളാം അല്ലേ? പണം എല്ലാം വരും. ചോയ്സ് വളരെ ഇതാണ്. പണം ഒരു സൗഹൃദം എന്ന് പറയുമ്പോ അല്ല അത് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യനാ. പലരും ഉത്തരം മുട്ടിയും പലരും ക്ലിയർ ആയിട്ട് പണം എന്ന് പറഞ്ഞവരുണ്ട് നമ്മുടെ ഈ ഇതിന്റെ അത്. പലരും സൗഹൃദം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ പണം ഉണ്ടാക്കാം, പക്ഷേ ഒരു ഡിവൈൻ ഗ്രേസും കൂടെ വേണം നല്ല സൗഹൃദം. ഞങ്ങൾക്ക് വളരെ വളരെ നല്ല സൗഹൃദങ്ങളുള്ള ആളുകളാണ്. സൗഹൃദം. ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള. അപ്പൊ ഏതാ, പണമാണോ സൗഹൃദമാണോ? സൗഹൃദം. നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? സത്യം പറയാലോ, ഡേ ലൈഫ്. നിനക്ക് രാവിലെ ഇഷ്ടം? നീ എപ്പോഴാണ് ഡേ ലൈഫ്? രാത്രി 1 മണിക്ക് ഉറങ്ങുന്നത് നീയാണോ? അല്ല എനിക്ക് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല, പക്ഷെ പോസിറ്റീവ് നൈറ്റ് ലൈഫ്. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങും, ചില ദിവസം 3 മണിക്കൊക്കെ ഉറങ്ങുന്നത്. ഞങ്ങള് നമ്മുടെ കാലഘട്ടം അങ്ങനെ നല്ലതല്ല, പക്ഷെ ഞാൻ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചേച്ചി? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആവശ്യം അനുസരിച്ച് ഏത് ലൈഫ്. ഡേ ലൈഫ് ആണോ നൈറ്റ് ലൈഫ് ആണോ കൂൾ ഇഷ്ടം? നൈറ്റ്. ഡേ ലൈഫ്. 10:30 ഉറങ്ങും, അത്രേ ഉള്ളൂ. അല്ല അമ്മമാരെല്ലാം അവരൊക്കെ പണ്ടത്തെ. അല്ല ചേച്ചിയും നേരത്തെ ഉറങ്ങുന്ന ആളല്ലേ? കണ്ണടഞ്ഞു. ആരോഗ്യത്തിന് നല്ലതാ. നമ്മുടെയൊക്കെ ലൈഫ് സേവാ. നെഗറ്റീവ് ഓർ പോസിറ്റീവ്? അതെന്ത് ചോദ്യം? ആരെങ്കിലും നെഗറ്റീവ് പറയും? അല്ല, പക്ഷെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ജാസി എന്ന് പറയുന്ന രണ്ടുപേരും അറിയാമോ? അവിടെ ചോദിച്ചാൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അല്ല എനിക്ക് നെഗറ്റീവാ ഇഷ്ടമൊന്നും. അല്ല നെഗറ്റീവ് കൂടെ വളരാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, മനസ്സിലായി? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് ഒറ്റ വാക്കേ പറയാവൂ. Basically, it depends on who it is. If it's my friend and he says an opinion I like, positive. But if it's somebody I hate and I say an opinion I hate, full insult mode. We should not be negative about negative. We should even be positive about negative. I will be negative about negative. ചേച്ചിയോ? അതിപ്പോ എന്താ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ അതോ നെഗറ്റീവ്? എല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവാം, നെഗറ്റീവ് കമന്റ്സ് ആവാം, പോസിറ്റീവ് കമന്റ്സ് ആവാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവാം. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏതിനാണ്? ആക്ച്വലി അതൊരു നല്ല നമ്മൾ ആരും നെഗറ്റീവിനെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നെഗറ്റീവ് അല്ല, കറക്റ്റ് ആണ്. പോസിറ്റീവ്. ഞാൻ പൊതുവെ വളരെ പോസിറ്റീവ് ആണ്. അല്ലേ? നെഗറ്റീവ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും യാഥാർത്ഥ്യം. അത് Yeah, I'm also with you. ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ഷോക്ക്ഡ് ആയി. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. WCC ഓർ അമ്മ? അമ്മ ഓൾവേസ് അമ്മ. അത് AMMA അല്ല, അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ്. പറയടാ അമ്മ എന്ന് പറ. അമ്മ എന്ന് പറയടാ. WCC എന്താ? അതറിയാൻ പോലെ പിന്നെ പറഞ്ഞു അത് നമ്മ അത് അമ്മയാന്ന് തോന്നുന്നു. അത് അറിഞ്ഞിട്ട് WCC ഓർ അമ്മ? അമ്മ. 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 നമ്മൾ ആരും ആ തീവ്ര ഫെമിനിസ്റ്റ് ലൈനുള്ളവരല്ല. അതേ ഉള്ളൂ. രാജഭരണം ഓർ ജനാധിപത്യ ഭരണം? ജനാധിപത്യം.
ചിലപ്പോ ഒക്കെ രാജഭരണം എന്ന് ചിന്തിച്ചു. രാജഭരണം പ്രജ മറ്റേ നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന പോലത്തെ പ്രജകളെ അതാണ് ഇങ്ങനെ കൈവച്ചിട്ട് അതിലല്ല നിങ്ങളോട് ഇപ്പം എന്താ പറഞ്ഞുകൊണ്ട് അഭിപ്രായമേ നമ്മുടെ ആൾക്കാർ രാഷ്ട്രീയ കാലം സീരിയസ് ആയിട്ട് എടുക്കണം. കാര്യം ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയമാണ്, അവരുടെ അഭിപ്രായത്തിന്റെ തെറ്റല്ല. കാര്യം ജനാധിപത്യം വർക്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നല് പല ആൾക്കാർക്കും ഉണ്ട്. എനിക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് പലരും അങ്ങനെ പറയുന്നത് ബെനവലന്റ് ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയുന്നത്. ഞാൻ ജനാധിപത്യവാദിയാണ്, പക്ഷേ അങ്ങനെ ദീപയെ പോലൊരു സാധാരണ വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ദി പൊളിറ്റീഷ്യൻസ്. ചേച്ചി രാജഭരണം ഇടയ്ക്കൊക്കെ ഇഷ്ടമാണെന്നുള്ളത് രാജഭരണം അല്ലെ, അതിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതിന്റെ എഴുതിയിട്ടില്ല എന്നാ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ തപാൽ നമ്മുടെ എന്താണ് വോട്ടിംഗ്, നമ്മുടെ ഇലക്ട്രൽ വോട്ടും ബാലറ്റ് വോട്ടും അതിലേതാ കൂടുതൽ നോക്കുന്നത്? ക്രെഡിബിലിറ്റി ഓഫ് ദി വോട്ടിംഗ് പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് വേണോ എന്നുള്ളതാണ്. മാനിപ്പുലേറ്റബിൾ അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ധാരാളം സംശയങ്ങൾ ഉയരുന്ന അവസ്ഥയിൽ ബാലറ്റ് അടക്കമുള്ള കാര്യങ്ങളോട് നെഗറ്റീവ് നിൽക്കേണ്ട എന്നുള്ളതാണ്. മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ യാഥാർത്ഥ്യമല്ല. മാനിപ്പുലേറ്റ് വലിയ രാജ്യങ്ങൾ അമേരിക്ക പോലത്തെ ഇത്രയും വികസിത രാജ്യത്ത് എന്തുകൊണ്ടാ അത് കൃത്യമായിട്ട് ആരെങ്കിലും നല്ല പണി അറിയാവുന്ന ഒരാൾ ഫിസിക്കലി നമുക്ക് അറിയാമല്ലോ, ഫിസിക്കലി ചെയ്യാവുന്ന കാര്യമാണ് ബാലറ്റ്. ചേച്ചി വോട്ട് ചെയ്യാൻ ഇലക്ട്രൽ വോട്ട് അതിനിടയ്ക്ക് പോയി ഫോണിലോട്ട് ബാലറ്റ് വോട്ട്. അവസാന ചോദ്യം കൂടി, സിനിമ ഓർ സീരിയൽ? സിനിമ. എന്താ അമ്മയൊക്കെ സീരിയൽ കാണുന്ന ആൾക്കാരെ പക്ഷെ ഒരു കാര്യം നല്ലൊരു ആൻസർ കിട്ടുമ്പോ കഴിയുന്നത് അതെന്താ സീരിയൽ ഞാനെതിരാ. ഒരു തമാശ പറയട്ടെ, പ്രായമായവര് കാണുമ്പോ അതിനെ സീരിയൽ എന്ന് വിളിക്കാം, നമ്മൾ കാണുമ്പോ അതിനെ വെബ് സീരീസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ പോലും എന്താ ചേച്ചി എന്തോറ്റി എതിരാൻ സീരിയലിനോട്? അല്ല അങ്ങനെയല്ല, എന്ന് വെച്ചാൽ ഇപ്പം ഇവനൊക്കെ ഇങ്ങനെ കളിച്ച് ചെയ്യുമ്പോഴേ അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഇതെന്തില് എന്നാലും അവൾ എന്താ മകനും മരുമോളും തമ്മിലുള്ള അല്ല കുട്ടികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ കാരണമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് പലരും. ഞാൻ പറഞ്ഞു ഇവര് ഓടിക്കളിക്കുന്ന സമയത്ത് സീരിയൽ കാണണോ? അതെ തീർച്ചയായിട്ടും. അതേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇത് ഈ ഒരു സെഗ്മെന്റ് അവസാനം ഇനി ഒരു യെസ് ഓർ നോ, യെസ് ഓർ നോ പറഞ്ഞു പോയാൽ മതി. മലയാളി ഹൗസിൽ പോയത് വലിയൊരു അബദ്ധമാണ്. നോ ചേച്ചി ഉറപ്പാണ്? അതെനിക്ക് ചോദ്യമുണ്ട്, വരുന്നുണ്ട് ഞാൻ. യെസ് വലിയ അബദ്ധമായിരുന്നു അല്ലേ? അല്ലേ ചേച്ചി? അതിനകത്ത് ഇതുവരെ ചേച്ചി വെളിപ്പെടുത്താത്ത ഒരു സത്യന്തയുടെ അഭിപ്രായം ചേച്ചി പറയണം. കുടുംബത്തെ ഇറക്കണോ? എന്താ അല്ല എങ്കിൽ പോലും എന്താ അതിന്റെ അകത്ത് എന്താ കുറെ നെഗറ്റീവ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ചേച്ചി എങ്ങനെയാ? അത് ചേച്ചിക്ക് അറിയാല്ലേ നമ്മുടെ ഭർത്താവ് എവിടം വരെ പോകും എന്താണെന്നുള്ളത് അറിയാം. അതൊക്കെ സ്ക്രിപ്റ്റഡാ. എങ്കിൽ പോലും ആ സമയത്ത് ചേച്ചി എങ്ങനെ എടുത്തേ? അമ്മ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അമ്മ ഭയങ്കര ധൈര്യമായിരുന്നു. അതൊന്ന്. പിന്നെ സെക്കൻഡ്ലി എനിക്ക് നന്നായി അറിയാം ആളെ, എത്ര നന്നായിട്ട് അറിയാം. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത് ഞാനതൊരു അബദ്ധമാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതിൽ വന്ന നെഗറ്റീവ്സ് ഒന്നും രാഹുലിനെ അങ്ങനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് അവോയ്ഡ് ചെയ്യാമായിരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് പോസിറ്റീവ് എന്തെങ്കിലും വന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പേഴ്സണൽ ആയിട്ട് വിന്നറാകാൻ പറ്റി, അത്യാവശ്യം നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റിയ കോൺട്രവേഴ്സീസ് ഒക്കെ അത് അഡ്വാൻസ് കാര്യമായിരുന്നു. അതിന് പോകുന്നതിന് മുൻപ് ഞങ്ങളോടൊക്കെ അഭിപ്രായം അടുത്ത ചോദ്യം, ബിഗ് ബോസിൽ പോവോ? ഇതിനി സംസാരിച്ചുകൊണ്ടിരുന്നാൽ മറ്റേ വിടവ് കൂടാൻ. ബിഗ് ബോസിന്റെ തമാശ എന്താ അറിയാമോ? ഇനി ബിഗ് ബോസിൽ ആദ്യം പോയ സാബു മോൻ ബിഗ് ബോസിൽ പോയ പല ആൾക്കാരും എന്റെ കോച്ചിങ് എടുത്തിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പോലും മലയാളി ഹൗസിൽ പോയതിന്റെ ഒരു ഗുണം കിട്ടി. കാര്യം അവിടെ മൊബൈലും കാര്യങ്ങളും ഇല്ലാതെ ഒരുപാട് ദിവസം കിടക്കേണ്ടി വന്നുകൊണ്ട് ഒരു ട്രെയിനിങ് കാര്യം അവിടെ 100 days ആയിരുന്നല്ലോ. നിനക്ക് അറിഞ്ഞൂടാ കൊച്ചു പറയുന്നത് എന്തുകൊണ്ടാ ബിഗ് ബോസ് അതുകൊണ്ടാണോ ഞാനടുത്ത് നീ എന്തായാലും നല്ലൊരു തോട്ട് പറയുന്നു. അമ്മ സ്നേഹം ഉള്ളതല്ല. ചേച്ചി പോവോ ബിഗ് ബോസിൽ?
പോവില്ല, ഉറപ്പാ ഇല്ല, പോവില്ല. അമ്മ പിന്നെ എന്നെ വിളിക്കൂല, വിളിച്ചാ പോവും. വിളിക്കില്ല. അല്ല വിളിച്ചാ പോവോ? അല്ല പറയാൻ പറ്റും, ഇത് കഴിഞ്ഞാൽ ചേച്ചി അങ്ങോട്ട് ഫേമസ് ആയാലോ. അതെ. അല്ല വിളിക്കില്ല, വിളിച്ചാലും ഞാൻ പോവില്ല. ഞാൻ അന്നെടുത്തൊരു സ്ട്രാറ്റജിയും കൂടെ പറയാം. ഇപ്പൊ ഇറങ്ങിയപ്പോ ഒരുപാട് വിമർശനം ഇതുപോലെ അല്ല കേട്ടോ. അന്ന് ഏഷ്യാനെറ്റ് അടക്കം മുഖ്യധാരാ ചാനലുകൾ ഇതിനെതിരെ ചർച്ച വരെ എടുത്തു. ഞാനപ്പോ ഇറങ്ങിക്കഴിഞ്ഞ എല്ലാവരോടും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രിസൺ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞു. പകുതി ആൾക്കാർക്ക് കാര്യം മനസ്സിലായില്ല. അപ്പൊ ആ ആംഗിളിലങ്ങ് പോയി. ചാനൽ ചർച്ചകളിൽ പോകുന്നത് അവർ നിർബന്ധിച്ച് വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാനൽ ചർച്ച. ഇഷ്ടമാണ്. ഇന്നും കണ്ടില്ലേ ഞങ്ങൾ 2 മണിക്കൂർ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പിന്നെ വിട്ടു. ചോദ്യം എന്താണ്? അവര് നിർബന്ധിക്കുന്നത് കൊണ്ടാണോ ചാനൽ ചർച്ചകളിൽ അല്ല, പോകുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് നിർബന്ധിച്ചു ആണോ? യാഥാർത്ഥ്യമാണോ അത്? പഞ്ച് ഡയലോഗ് പറഞ്ഞു. അത്രയ്ക്ക് ആൾക്ക് നശിപ്പിക്കല്ലേ, നശിപ്പിക്കല്ലേ. അല്ലല്ല അത്രയും പാഷനറ്റ് ആണെന്ന് ഞാൻ വളരെ അല്ല ഇനി അതിന്റെ എക്സ്റ്റെന്റ് മനസ്സിലാണെങ്കിൽ ഞങ്ങൾ ദുബായിലായിരുന്നപ്പോ ഇവര് കണ്ടതാണ്. ദുബായിക്ക് പോയി. അപ്പൊ ദുബായിൽ പോയ സമയത്ത് ഞങ്ങള് ഡെസേർട്ട് സഫാരിക്ക് പോയി. ഞങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. കുറച്ച് നോക്കിയപ്പോ രാഹുൽ ചേട്ടനെ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ ചുറ്റും നോക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. ഞങ്ങൾ അവിടെ ടോയ്ലറ്റിന്റെ ബാക്കിലൊക്കെ പോയി നോക്കുന്നില്ല. കുറെ ഡെസേർട്ട് വഴി അലഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ 2 ചാക്ക് എടുത്തിട്ടിട്ട് ആ ചാക്കിന്റെ പുറത്ത് ആളിരുന്നിട്ട് അതിന് മുൻപിൽ വേറൊരു ചാക്ക് ഇട്ടിട്ട് ആ ചാക്കിന്റെ പുറത്ത് ലാപ്ടോപ്പ് വെച്ച് ഇപ്പുറത്ത് വേറൊരു ചാക്കിന്റെ പുറത്ത് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് വെച്ചിട്ട് ചർച്ച എടുക്കുന്ന മിഡിൽ ഓഫ് ദി ഡെസേർട്ട് ഹാഷ്മിയുടെ ചർച്ച എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മിഡിൽ ഓഫ് ദി ഡെസേർട്ട് ഇവരെന്താ മറ്റേ ഡാൻസ്, ആ ഡാൻസും സാധനങ്ങളും കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ അപ്പുറത്ത് ചർച്ച ഡിബേറ്റ് ഇഷ്ടമല്ലേ? ഡിബേറ്റ് അമ്മയുടെ അഭിപ്രായം തന്നെയാ. ഇനി ആണെങ്കിലും പോവും. ഒരു സാധനം ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം പോലും ചാനൽ ചർച്ചയിൽ എന്നെ കാണുക, ജസ്റ്റ് നോ അവരെ നിർബന്ധിച്ചാ ഞാൻ പോയിട്ട്. ഓക്കെ, കറക്റ്റ്. എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റ് നീ. രാഹുൽ ഈശ്വർ ഒരു ആന്റി LGBTQ ആണ്, യെസ് ഓർ നോ? I don't know what I mean. I don't know what I mean. ചേച്ചി സത്യം എന്നോട്ട് പറയാ. I don't know. ചേച്ചി സത്യം എന്നോട്ട് പറയണം. നോ. ഓ, ഒന്ന് ആലോചിച്ച് എന്തിനാ എന്റെ ഭർത്താവിന് ചുമ്മാ. ചേച്ചി നോ. Kids also know. അമ്മയൊപ്പം അത് തന്നെ ഉത്തരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുത്ത നിലപാട് തെറ്റാണ് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടുമില്ല. നോ 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 100%. ചേച്ചി ആർക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അത് ചേച്ചിയുടെ അഭിപ്രായമാണ്. തോന്നുന്നുണ്ടോ എന്നുള്ളത് ഓരോ വ്യക്തികളുടെ അഭിപ്രായമാണ് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്ത നിലപാട് തെറ്റാണെന്ന് ചേച്ചിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? എടുത്ത അഭിപ്രായം തെറ്റാണെന്നോ? ഇല്ല, തോന്നുന്നില്ല. തോന്നുന്നില്ല. നിലപാട് ശരിയായിട്ട് തന്നെയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ളൊരു വ്യക്തി അല്ലല്ലോ, ഓരോ പുരുഷനും വേണ്ടി എടുക്കുന്ന നിലപാടാണ്. അങ്ങനെയാണ്. അതേ ഉള്ളൂ. ദിലീപേട്ടനെ നേരിട്ട് ചെന്ന് കാണും. ഉറപ്പായിട്ട് കാണും. ദിലീപേട്ടന്റെ വിഷയത്തില് ദീപയ്ക്കും അമ്മയ്ക്കും പോലും ഇപ്പൊ അവരോട് ചോദിക്കാമല്ലോ. ശരിയല്ലേ, ദീപയ്ക്ക് ചെറിയൊരു സംശയം ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ, ആത്യന്തികമായ കോടതി വിധി വരുമോ? 100% വരുമെന്ന് ഞാൻ പറയുകയായിരുന്നു. അറിയുകയും ചെയ്യും. ചേച്ചി അമ്മ രണ്ടുപേരും പറഞ്ഞില്ല അഭിപ്രായം. ദിലീപേട്ടനെ നേരിട്ട് പോയി കാണും. രാഹുൽ ചേട്ടൻ കാണുമോ? പിന്നെ നിങ്ങളപ്പോ എന്തായാലും ഒരുമിച്ച് പോകും. യെസ്, ഓക്കെ. അതല്ല ചോദ്യം ഇതാണ്. ദിലീപേന്റെ വിഷയത്തിൽ 100% ദീപയോട് പോലും, ദീപ വലിയൊരു മഞ്ജു വാര്യർ ഫാനാണ്, ഞാൻ വലിയൊരു ദിലീപ് ഫാനാണ്. പക്ഷെ ഫാനിനപ്പുറം ഞാൻ എടുത്ത നിലപാട് ശരിയാണോ എന്ന് ദീപയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്തിരി ഉറപ്പിച്ച് പറയാം. കാരണം ഇതിൽ കേസ് പഠിച്ചാൽ മതി. അത് അനാറ്റമി ഓഫ് എ ലൈ എന്ന് പറയും. ഒരു കള്ളത്തിന്റെ അനാറ്റമി വായിച്ചാൽ മനസ്സിലാവും. അതായത് അതിന്റെ ഒരു റിസ്ക് എന്താ അറിയോ? റിസ്ക് എന്ന് വെച്ചാൽ അപ്പുറത്തുള്ളത് ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ട്രോമയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പല ചാനലിൽ വിളിച്ചിട്ട് പോലും എനിക്ക് മനസ്സിനൊരു ഇത് കിട്ടുന്നില്ല. എങ്ങാനും ഇത്തിരിയെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എത്ര വലിയ തെറ്റുണ്ടെങ്കിൽ മാത്രമല്ല, തിരിച്ചൊരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. താങ്കളൊരു സ്ത്രീയല്ലേ, എന്താണ് അവരനുഭവിച്ചതിന് ഒരു വിലയില്ല എന്ന് ചോദിച്ചു പറഞ്ഞാല് അപ്പൊ അതുകൊണ്ട് മാത്രമല്ല തിരിച്ചത് പുരുഷനോടും ചോദിക്കണ്ടേ, നിങ്ങൾക്ക് ഇതേപോലെ കള്ളക്കേസ് വന്ന് നിങ്ങളെ 85 ദിവസം ജയിലിൽ പിടിച്ചിട്ടിരുന്നെങ്കിലോ എന്നും കൂടെ ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും. അതൊന്നും ഇല്ല കേട്ടോ, ഒരു കൺഫ്യൂഷനും ഇല്ല. രാഹുൽ ഈശ്വർ ഒരു BJP അനുഭാവിയാണ്. അല്ല, ഗാന്ധിയനാണ്. ഗാന്ധിയുടെ BJP അനുഭാവിയാണ്. സ്ത്രീകളെ പോലെ തന്നെ പുരുഷനും പീഡനം നേരിടുന്നുണ്ട്. യെസ് ഓർ നോ? യെസ്, 100%. ഇപ്പോഴത്തെ ഭരണം മോശമാണ്. ഐ മീൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് മോശം. യെസ് ചേച്ചി? ഡെഫിനറ്റ്ലി യെസ്. യെസ്. വനിതാ കമ്മീഷൻ പോലെ തന്നെ പുരുഷ കമ്മീഷനും വേണം. യെസ്. ഞാനും യെസ്. ചേച്ചി യെസ്.
യെസ് Father and son. Father and son. സ്ത്രീകളുടെ പ്രിവിലേജുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഉണ്ട് 100%. യെസ് യെസ് യെസ്. ഒരു വേടൻ വേട്ടയാടപ്പെടുന്നുണ്ട്. ഉണ്ട്. യെസ്. അതുകൊണ്ട് അല്ല വേടന്റെ രാഷ്ട്രീയത്തിനോട് നേരെ എതിരെ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ വേടനെയും വേട്ടയാടരുത്. വേടനോടും ആ മര്യാദ നമുക്ക് കാണിക്കാനാകണം. അത് ലെഫ്റ്റ് ഗവൺമെന്റ് കാണിച്ച നല്ല കാര്യമാണ്. വേടൻ വേട്ടയാടപ്പെടുന്നുണ്ട്. യെസ് ഉണ്ട്. യെസ്. സ്ത്രീ പീഡനത്തിന് ശിക്ഷയിൽ മാറ്റം വരണം. See, it should start with sex and value No. education. സ്ത്രീ പീഡനത്തിന് ശിക്ഷയിൽ മാറ്റം വേണം. യെസ് ഓർ നോ? മാറ്റം വരണം. കുറച്ചുകൂടെ സിവിയർ ആകാൻ കുഴപ്പമില്ല, പക്ഷെ വിത്ത് പ്രൂഫ്. യെസ്. ഈ സൗദി അറേബ്യയിലെത്തും പോലത്തെ ഒന്നും വരണമെന്നില്ല. എങ്കിൽ പോലും കുറച്ചും കൂടെ അല്ലേ ഇവർ വെളിയിലോട്ട് ഇറങ്ങി നടക്കുന്ന ആ ഒരു ഇതിലേക്ക് വരരുത്. അമ്മക്കും അമ്മയും പെങ്ങളും അല്ലേ എല്ലാരും ഉള്ളത്. ശിക്ഷയിലും മാറ്റം വരണം, കേസ് ട്രയലിന്റെ വേഗതയിലും. ഇത്രയും നാൾ ഇതിനെ നീട്ടിക്കൊണ്ട് പോകുന്നല്ലേ കറക്റ്റ് ഉത്തരം. സൗദി അറേബ്യയിലെ പോലെ ആയാലും കുഴപ്പമില്ല. അതാണ് അമ്മമാരുടെ അഭിപ്രായമാണത്. ഇത് ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ മോശമാണ് രണ്ടാം പിണറായി സംശയം. മലയാളി ഹൗസിലുള്ളവരുമായി ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. ഇന്നലെ കൂടെ ജി വിളിച്ചു. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ ഒരുമിച്ച് പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര തലയാണ്. അങ്ങനെ ഒരു മലയാളി നമ്മൾ ചെറിഷ് ചെയ്യണം. അതൊരു മുതലാ. പച്ചവാരത്തിന് ഒരു മുതലാണ്. 1.5 മുതല്. ചേച്ചി മലയാളി ഹൗസിൽ എല്ലാവരും അല്ല അറ്റ്ലീസ്റ്റ് കുറച്ചു പേരായിട്ടെങ്കിലും ഇപ്പോഴും കണക്ഷൻ വെക്കുന്ന ഒരു വ്യക്തി. അപ്പം അതും കഴിഞ്ഞു. ഇനി നിങ്ങൾ തമ്മിൽ മാത്രമോ സത്യം പറഞ്ഞോ എന്നുള്ളതാണ് നമ്മുടെ സത്യം പറഞ്ഞോ. അതാണ് അതിന്റെ ടോണ്. അത് കൈ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പിടിച്ചോ, ചൂണ്ടിക്കാണിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മയ്ക്ക് വേണ്ടിട്ട് അഭിപ്രായം വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കാണിക്കാൻ പറ്റോ? ഇങ്ങനെ കാണിക്കാൻ പറ്റോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ചൂണ്ടാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടുക. അതിൽ ആരാണെന്നുള്ളതാണ്. രണ്ടുപേരും ചൂണ്ടണം വേണ്ടെന്നുള്ളത് സ്വന്തമായിട്ട് നമ്മളാണെന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. ആർക്കാണ് കൂടുതൽ ദേഷ്യം? അത് കൂടുതൽ തവണ ദേഷ്യം വരുന്നത് അതല്ല, കൂടുതൽ അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ദേഷ്യം കാണിക്കുന്നവരാ. അങ്ങനല്ല, ദേഷ്യം സസ്റ്റെയിൻ ചെയ്യുന്ന ഞാനാണ്. നമ്പർ ഓഫ് ടൈംസ് കൂടുതൽ. ഇതിന്റെ ഒരു അന്യ രസമുണ്ട്. അമ്മയുടെ അഭിപ്രായം കൂടെ അമ്മ പറഞ്ഞു. അമ്മ നേരിട്ട് കാണുന്നതാണല്ലോ. ആരമ്മ? ദേഷ്യത്തിന്റെ മൂർധന്യം. രാഹുലിന് അങ്ങനെ ദേഷ്യം വരാറില്ല. വന്നാ ഭയങ്കര ഇതാണ്. ദീപ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ പക്ഷെ അപ്പൊ തീരും. അതേ ഉള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആർക്കാണ്? ദീപ. ഓ അമ്മ, ഓൾവേസ് അമ്മ. അതെന്നോ അമ്മയാ അല്ലെ എല്ലാവരുടെയും. ദീപ ഈസ് എ സൂപ്പർ മോം. ഐ ആം എ ഡോട്ടിംഗ് ഡാഡ്. പക്ഷെ ദീപ ഈസ് എ സൂപ്പർ മോം. പാമ്പറിംഗ് ഡാഡ് ആണെന്നേ ഉള്ളൂ. ദീപയാണ്. ഒരു ഡൗട്ടും ഇല്ല. ആർക്കാണ് കൂട്ടത്തിൽ കൂടുതൽ മടി? അമ്മക്ക് ചൂണ്ടാ. രണ്ടുപേരും ആരാണ് ചൂണ്ടാം? എങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള മടിയാണ് കൂടി പറയാം. എല്ലാത്തിലും മടി. മടി എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അമ്മയും ഭാര്യ ഒരേ സ്വരത്തില്. ഇല്ലല്ലോ, നിനക്കില്ല. നിനക്ക് ഇന്നത്തെ സാധനമില്ല. നിനക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അച്ഛനെ അമ്മേനെയും. നീയാ. കൂടുതൽ വാചകമടി ആർക്കാണ്? കൊച്ചല്ലേ നിങ്ങളല്ലേ ആണ്. അവൻ ഒരു ബ്രില്യന്റ് ആവട്ടെ. വേണ്ട നിന്റെ ഇനി ഡിബേറ്റ് ഇല്ല. കൂട്ടത്തിൽ കൂടുതൽ ഉറങ്ങുന്നതാരാണ്? കൂടുതൽ ഉറങ്ങുന്നതെന്ന് വെച്ചാൽ കുറെ ഇല്ല. പക്ഷെ ഞാൻ ഒരു 10-11 മണിയാകുമ്പോ വഴക്കിട്ടാൽ ആദ്യം സോൾവ് ചെയ്യുന്നതാര്? ചേച്ചി തന്നെയാ. ആ മര്യാദ ചേച്ചിക്കൊണ്ട്. അമ്മ എപ്പോഴും പറഞ്ഞില്ല. ഫുഡ് കണ്ടാൽ കമഴ്ന്ന് വീഴുന്നതാരാ? കാലും കൂടെ. ഞങ്ങള് സ്വിറ്റ്സർലൻഡിലും ഇറ്റലിയിലും ഒക്കെ പോയിരുന്നു. അപ്പൊ നമ്മൾ ഈ പ്രകൃതി സൗന്ദര്യം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ദീപ ഇങ്ങനെ മൊബൈലില് എവിടെ മറ്റേ പരസ്യം രോഹിത് ഷെട്ടിയുടെ, നിങ്ങൾക്ക് ആഹാരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രോഹിത് ഷെട്ടിയായി മാറുന്നു. നിങ്ങളല്ലാതെ മാറും. ദീപയെ കുറിച്ചാണ്. കൂട്ടത്തിൽ ചളി പറയുന്നതാരാ? ചളി മീൻസ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഈ അറുപോടം വിറ്റ് പറയുന്നതാരാടാ? മോശം വിറ്റ്. രണ്ടുപേരും അങ്ങനെ പറയാറുണ്ട്. രണ്ടുപേരും തമാശകൾക്കും കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്നാലും രണ്ടുപേരും അങ്ങോട്ടും പറയുന്നില്ല.
അപ്പം ഇതും നമ്മൾ അവസാനിച്ചു. ഇനി ആ പേരായും പേപ്പർ ഒന്ന് എടുത്തോട്. അവസാനത്തെ സെഗ്മെന്റ് ഇതും കൂടെ നമ്മൾ അവസാനിപ്പിക്കുവാണ്. ദീപ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം, രാഹുലേട്ടന് ഇഷ്ടപ്പെട്ട ആഹാരം. വേഗം എഴുതിക്കോ. മിണ്ടരുത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതണം. എന്റേതും എഴുതണം. ആ, രാഹുലേട്ടനെ എഴുതണം. ഞാൻ ചേട്ടൻ്റെത് ആ, ചേട്ടൻ്റെ എഴുതണം. രണ്ടും എഴുതണം. അത് നോക്കരുത്. പൊക്കി പിടിച്ച് ആ പരിപാടി നടക്കല്ല. ഒന്നേ എഴുതാൻ പാടുള്ളൂ. ആ, It'd be better if I write. You're right. I got. ഓൾറെഡി എഴുതി, അത് We കുഴപ്പമില്ല. need to grab some. കാണിച്ചേ. Okay. രണ്ടുപേരും കാണിച്ചു. കഴിഞ്ഞ് സമയം കഴിഞ്ഞ്. ഏതൊക്കെയാ നിങ്ങൾ വായിച്ചോ. Chocolate. അമ്മേ. എന്റേതോ ബിരിയാണി. ഞാൻ ബിരിയാണി. അപ്പൊ രണ്ടുപേരും ചമ്മിയല്ലോ. നല്ല ഒത്തൊരുമ. ചമ്മാനൊന്നും ഇല്ല, ഇതിനെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഒന്ന് മതി എന്ന് പറഞ്ഞോണ്ട് കേട്ടോ. അതേ ഉള്ളൂ. അപ്പൊ അത് ചമ്മിയ 0-0. രണ്ടുപേരും ചമ്മി. അല്ല, ചേട്ടന് പറയണ്ടേ? ആ, ചേട്ടന്റെ ചേട്ടന് ഞാൻ എഴുതിയിരിക്കുന്നത് കോഫി. കോഫി ആൻഡ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അപ്പൊ അവിടെയാണ് ഒത്തൊരുമ. അവിടെയാണ് 1 point, 0 points. ഒരു 1 point അടുത്തത്. ക്യാച്ച് ചെയ്യണം. പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതണം. നോക്കല്ലേ. നീ മിണ്ടരുത്. അമ്മ പോകാനായിരുന്നു സ്ഥലം. കഴിഞ്ഞു. സമയം കഴിഞ്ഞു. സ്പീഡ് വേണം. ഓക്കെ. ഏതാ? എന്റേത് ഏതാ? പാരീസ്. ആ. ആണോ? അല്ല, ലണ്ടൻ. ലണ്ടൻ എഴുതിയത്. രാഹുൽ ചേട്ടൻ ഞാൻ എഴുതിയത് ഈജിപ്ത്. അയ്യോ, ഞാൻ ഫിൻലാൻഡ് ചമ്മി. അപ്പൊ രണ്ടുപേർക്കില്ല. അപ്പൊ 1-0. അവന് ഇഷ്ടം. പക്ഷെ 1-0 ഇപ്പൊ ജയിച്ച് ലീഡ് ചെയ്തു. എഴുതൊന്നും ചിന്തിച്ചില്ല. അടുത്തത് ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം. അതൊന്നേ ഉള്ളല്ലോ. രണ്ടുപേരും എഴുതി. ചമ്മനെ ദൈവമേ, അതെന്റെ ആഗ്രഹം. നോക്കരുത്. ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം. I will not get involved in your നീ മിണ്ടല്ലേ. romantic love story. ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം. കാണിച്ചു. അതാ ചമ്മാൻ പോകുന്നത്. കണ്ടോ ഇപ്പൊ വായിച്ചേ. ചേച്ചി വായിച്ചു. ക്വസ്റ്റ്യനിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുകൊണ്ട് ഞാൻ 2 സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്റ്റൈൽ പ്ലസ് അല്ലെങ്കിൽ ഹസൻ മരിക്കർ ഹോൾ. റോട്ടറി ക്ലബ് എന്ന് പറഞ്ഞാൽ ഹസൻ മരിക്കർ ഹോൾ അതിനാണോ ഞങ്ങളെ പറ്റിക്കുന്നതാണോ? അല്ല, റോട്ടറി ക്ലബ്. റോട്രാക്ട് ക്ലബ്. അത് തന്നെയാ. ഹസൻ മരിക്കർ ഹോൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. It's better if I write. അപ്പൊ 2-1 അല്ലേ? ഇനി അടുത്ത് യാഗ, നീ മിണ്ടരുത്. ഇതിന്റെ അത് മിണ്ടരുത്. യാഗിന്റെ ക്ലാസ് ടീച്ചറുടെ പേര്. മിണ്ടല്ലേ. നീ മിണ്ടല്ല. അത് കാണിച്ചു. ആദ്യം കാണിച്ചേ. നോക്കട്ടെ എന്താ എഴുതിയിരിക്കുന്നത്. ജാൻസി റാണി. എന്താ പേരെന്താ? സ്മിത. അല്ലടാ, സ്മിത അല്ലേ? അതാണ് വ്യത്യാസം. അമ്മയെ അച്ഛനും അത് കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചതാണ്. രണ്ട്. ഇഷ്ടപ്പെട്ട വാഹനം. രണ്ടുപേരുടെയും ഇഷ്ടപ്പെട്ട വാഹനം. രണ്ടുപേരുടെയും I think I might. God. നോക്കല്ലേ. ഏത് കാറോ ബൈക്കോ അങ്ങനെയാണോ? അങ്ങനെയല്ല, ഏതാണെന്നുള്ളത്. ബ്രാൻഡോ? ഏതാണെന്നുള്ളത് സ്പെഷ്യൽ ആയിട്ട് എഴുതണം. ഓക്കെ. ഏതാ കാണിച്ചു. എന്റേത് ഞാൻ എഴുതിയത് XUV 500. ഞാനും കണ്ടിട്ട് XUV 500 എഴുതി. 500. ചേച്ചിയുടെ ചേട്ടന്റെയാണ് XUV 500. ചേച്ചിയുടെ എന്റേത് എന്റെ ടിയാഗോ. ഞാൻ കാറെന്ന് എഴുതിയുള്ളൂ. തെറ്റില്ലല്ലോ. അപ്പൊ എന്റെ സ്കോർ ഉണ്ടോ? അതിനകത്ത് എന്താ ചേച്ചി തന്നെ ഇപ്പഴും ലീഡ്. ചേച്ചി തന്നെയാ 3-0 ലീഡ് ചെയ്തിരിക്കുന്നു. 3-1. ഇനി ഇഷ്ടപ്പെട്ട ഡ്രസ്. ചേച്ചിയുടെയും ചേട്ടന്റെയും I think ഒന്നേതാ ഉള്ളേ? ചുരിദാറും സാരി ഒരുമിച്ച് എഴുതരുത്. not like rain. ചിലപ്പോ അതായിരിക്കല. ചേട്ടൻ അറിയാൻ നോക്കാം. ചമ്മത് അത് ചമ്മു. Casual dresses and like. എടാ നീ പറഞ്ഞു കൊടുക്കാടാ. ഞാൻ അമ്മ ഇവരുടെ തമ്മിലുള്ള ബോണ്ടിങ് നമുക്ക് അറിയേണ്ടത്. ശരി, ഞാൻ എഴുതി. ഞാനും അച്ഛനും ടീമാ. ഓക്കെ. എഴുതിക്കും. രാഹുൽ ചേട്ടനത് ബ്ലാക്ക് ജാക്കറ്റ് വിത്ത് ഫ്ലാഗ്. കറക്റ്റ്. അത് അങ്ങനെ എന്തെങ്കിലും എഴുതുന്ന അത് കറക്റ്റാ. ഇതോ ജീൻസ്. ജീൻസ്. അത് ഭയങ്കര ബോണ്ടിങ് ആയി പോയി. 4-2. കാഷ്വൽ. ഇനി ഇഷ്ടമല്ലാത്ത ആഹാരം. ഇഷ്ടമല്ലാത്ത ആഹാരം. നോക്കല്ലേ. നോക്കിയില്ല. രാവിലെ നോക്കൂ. നോക്കല്ലേ. I think she doesn't like. ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഒറ്റ
ഇങ്ങനെ അയ്യോ, പോലെ 4-2. പാച്ചു നോക്കി ഇത് ക്യാച്ച് ചെയ്യാം. ഇഷ്ടമല്ലാത്ത ആഹാരം അല്ലേ? ഇഷ്ടമല്ലാത്ത ആഹാരം ഏതാടാ? ഒറ്റ എണ്ണം എഴുതാൻ പാടുള്ളൂ. എന്താ കഴിഞ്ഞോ? ശരി, കഴിഞ്ഞോ? ഞാൻ എന്റേത് ബനാന. ഞാൻ എഴുതി നോ ഫുഡ്. എല്ലാ ഫുഡും ഇഷ്ടമാണ്. അങ്ങനെ എഴുതിയതായിരുന്നു. അത് സത്യം പറയാൻ എന്താ എഴുതി കാണിച്ചേ? നോ ഫുഡ് തന്നെയാണോ? നോ ഫുഡ് തന്നെയാണോ? ഞാൻ വെച്ചാൽ എല്ലാ ഫുഡും ഇഷ്ടമാണ്. അതായത് കണ്ടോ, ഒരു ബോണ്ടിങ് ഇല്ല. എന്നിട്ട് ഇത് ബോണ്ടിങ് ഇല്ല. അടുത്ത് എന്റെ ചപ്പാത്തി എന്നാണ് ഞാൻ എഴുതിയത്. പുട്ട് ചപ്പാത്തി. പുട്ട് ഫുഡ് പുട്ടെന്ന് എഴുതിയിട്ടില്ല. കണ്ടോ, 5-2 വളരെ പരാജയമാണ് കേട്ടോ. പരാജയം. അടുത്ത് ഒരു അവസാനത്തെ ക്വസ്റ്റ്യനാ. ഇഷ്ടപ്പെട്ട കളർ? കളർ അത് simple ആ. No, that's me. She likes the color of whoever she. Okay. കാണിച്ചേ. 6. ചേച്ചിയുടെ ഏതാ എഴുതിയിരിക്കുന്നത്? പിങ്ക് ആൻഡ് ബ്ലൂ. പിങ്ക്. പിങ്ക്. ബ്ലൂ എഴുതി അവിടെ തരാൻ പറ്റില്ല. അരമാർക്ക് തരാൻ വേണം. ഇവനാണ് പറഞ്ഞ ബ്ലൂ. She said that she likes the color. Pachu, we are losing the game. Okay, ക്ലാരിഫൈ. You said the favorite. You said you love the favorite. You said your favorite color is the favorite color of the person you love the most, which is me. പാച്ചുവിന്റെ ബ്ലൂ ആണ്. അല്ല ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞോട് ഞാൻ ഇട്ടുന്ന കളർ. അതുകൊണ്ടായിരിക്കും. ചേച്ചിയുടെ ബ്ലാക്ക്. ബ്ലാക്ക് 6-2.5. നോക്കട്ടെ. ബ്ലാക്കിനാണോ? ബ്ലാക്ക് ഒബ്വിയസ്ലി ബ്ലാക്ക്. അപ്പം ബഹുദൂരം മുന്നിൽ ചേച്ചി ജയിച്ചിരിക്കുന്നു. ചേച്ചി സ്കൂട്ടർ ചെയ്യേണ്ട സമയമായി. അപ്പം 9.5 മണിക്കൂർ. അല്ല നീ ഒരു പാട്ട് കൊണ്ട് അവസാനിപ്പിക്കാം നമ്മള്. അപ്പൊ 9.5 മണിക്കൂർ 9.5 മണിക്ക് തുടങ്ങിയ നമ്മുടെ വീരോചിതമായ കുതിപ്പ് ഏകദേശം 3 മണിക്കൂറിന്റെ അടുത്ത് 12:30 ആകുമ്പോൾ അവസാനിക്കുകയാണ്. നമ്മുടെ ക്യാമറമാരെല്ലാം നല്ല രീതിയിൽ ടയർഡായി. നിങ്ങൾ ടയർഡായി, ഞാനും ടയർഡായി. പക്ഷേ നല്ലൊരു 3-4 എപ്പിസോഡ് നമുക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു. നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇത്രയും ദൂരെ നിന്ന് വരികയാണ്. താങ്ക് യു സോ മച്ച്. പാച്ചുൻ അല്ലെങ്കിൽ യാഗിന്റെ ഭാഗത്തു നിന്ന്, യുഗിന്റെ ഭാഗത്തു നിന്ന്, എന്റെ ദീപ അമ്മയുടെ ഭാഗത്തു നിന്ന്, ഷെബിൻ ആണെങ്കിലും ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ബോറടി തോന്നിയില്ലല്ലോ. ചെയ്യണ പോലെ അല്ല തോന്നിയത്. നമ്മളോടൊപ്പം നിന്നിങ്ങനെ നിങ്ങളുടെ ടീമിനെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഷെബിനെയും കുറിച്ചൊരു വാക്ക്. ഞാൻ കുറച്ചു കാലം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പോൾ ഏറ്റവും എനിക്ക് വലിയ ചലഞ്ചായ അവിടുത്തെ ഡിബേറ്റിങ്ങിൽ ഞാനപ്പോൾ അത് കഴിഞ്ഞ് വിവരിക്കുകയും ചെയ്തു. ഈ പയ്യൻ കൊള്ളാലോ, ഇത്രയും സ്ട്രോങ് ആയിട്ട് ആർഗ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ലോങ് ഫ്യൂച്ചർ ഉണ്ട്. ആങ്കറിംഗിലാകട്ടെ, ബീയിങ് ആൻ അഡ്വക്കേറ്റ് ആകട്ടെ, ഹൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു. അപ്പോ തീർച്ചയായിട്ടും അമ്മ എല്ലാവരുടെയും ഈ സപ്പോർട്ടും ഇതും എന്നും ഉണ്ടാവണമെന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കല്യാണമൊക്കെ ചിലപ്പോൾ ഈ ഒരു 1-2 വർഷം വിളിക്കും. കുടുംബസമേതം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കല്യാണത്തിനുള്ളത്. ഗിഫ്റ്റ് ഒന്നും വേണ്ട, പക്ഷെ നിങ്ങൾ എത്തിയിരിക്കണം. ഫാമിലി എത്തിയിരിക്കണം. ചിലപ്പോ തന്നെ ഉറപ്പായിട്ടും വിളിക്കുന്ന ഞാൻ പറയാം. വിളിക്കും, വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാണുമ്പോൾ വിളിക്കും, വരാതിരിക്കരുത് എന്നാണ് പറഞ്ഞത്. വിളിച്ചിട്ടാണ് വന്നില്ലെങ്കിലാ. അപ്പോ എല്ലാവർക്കും വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച എല്ലാ രീതിയിലും എല്ലാവർക്കും, അതായത് അമ്മയ്ക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും ഇനി നമ്മൾ പടുകുഴിയിലേക്ക് പോവുകയേ ചെയ്യരുത്. ജയില് വേണ്ട നമുക്ക്. ജയില് നമുക്ക് വേണ്ട. നമ്മൾ ഉത്തുംഗ ശൃംഖത്തിൽ തന്നെ എപ്പോഴും ഇരിക്കണം. നിലപാടുകളിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പോറ്റിയെ കയറ്റിയ ഒരു പാട്ട് എല്ലാവരും കൂടി ഇരുന്നൊന്ന് പാടി നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് പാടാൻ അറിയില്ല. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ആ പാട്ടിന്റെ ഒരു ആത്മാവുണ്ട്. ഞാൻ അതിന്റെ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എഴുതിയത്. അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ഇത് താങ്കളല്ല എഴുതിയത്, ഞാൻ വിശ്വസിക്കുന്നത് വാവരുസ്വാമിയാണ് എഴുതിയത്, താങ്കൾ എഴുതിയെടുത്തു എന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ എന്റെ പരിമിതമായ സിംഗിങ് കഴിവിൽ ഒരു പ്രതിഷേധ സൂചകം കൂടിയായിട്ട് ആ പാട്ട്. കട്ടത് ആരപ്പാ സഖാക്കളുടെ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പാ സഖാക്കളുടെ അയ്യപ്പ. ഞാൻ സഖാക്കൾ ഉണ്ടേന്ന് പറയുന്നത് വെറുതെ കൊണ്ടല്ല. എല്ലാ സഖാക്കളും മോശമല്ല, പക്ഷെ സഖാക്കളിലുണ്ട്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ സിംഗിളായിട്ട് സ്വർണം കട്ടത് ആരപ്പാ സഖാക്കളുണ്ടേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പാ സഖാക്കളുണ്ടേ അയ്യപ്പ. അപ്പൊ എന്തായാലും അത് പാർട്ടിക്കപ്പുറം നമ്മുടെ അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ഒന്നും അങ്ങനെ സ്വർണം പോകരുത്. അത് തിരിച്ചെടുക്കാൻ നമ്മുടെ കേരള ജനതയ്ക്കാകട്ടെ.
അത് അമ്പലത്തോടും പള്ളിയോടും നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വത്തുക്കളൊന്നും അങ്ങനെ അങ്ങനെ നഷ്ടപ്പെടരുത്. നഷ്ടപ്പെടരുത്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. ദൈവത്തിന്റെ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടരുത്. ആ ദൈവാനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സത്യത്തിന്റെ, ഗാന്ധിയുടെ അല്ലെങ്കിൽ നീതിയുടെ പാതയിൽ പോകുന്നു. സത്യം വിജയിക്കട്ടെ.